പവിത്രവും പരിപാവനമായ കർമ്മനമാതാ ദേവാലയത്തിലെ ക്രിസ്മസ് തിരുനാൾ ആഘോഷം അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ തിരുനാൾ ആഘോഷം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പുലിമുട്ടിൽ തോമ. ഇത് നമ്മുടെ ഹൈദരാബാദിൽ ഹൈഡ്രജൻ നിറച്ച ബെല്ലെണ്ണ. ചേട്ടാ ഒരു ബലൂണ്. ബെല്ലെണ്ണ ഒരു ബെല്ലെണ്ണ. ചേട്ടാ ഒന്നുകൂടെ. ആ ഒരു ബലൂണും കൂടെ പിടിച്ചോ. എന്തായി കാണിക്കുന്നത്? ഈ 500 രൂപയ്ക്ക് 2 ബലൂൺ മേടിച്ചിട്ട് ഞാൻ ചില്ലറ എവിടെ നിന്ന് എടുത്തു തരാനാ? ചേട്ടാ 2 ബലൂൺ മേടിച്ചില്ല, ചേഞ്ച് തന്നൂടെ? ചേഞ്ച് തന്നൂടെ എന്ന് പറഞ്ഞു. അല്ല വേണ്ട, ഞാൻ തരാം. ഞാൻ എങ്ങനെയും ഒപ്പിച്ചു തരാം. ഒരു കാര്യം ചെയ്യ്, ഒന്ന് പിടിച്ചേ. 500 രൂപയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാലേ കച്ചവടം തുടങ്ങിയ സമയം അതുകൊണ്ടാ. ഇല്ലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ഉണ്ട് പിടിച്ചോ. അയ്യോ എന്റെ ബലൂണ്. ചേട്ടനല്ലേ പൈസ മേടിക്കാൻ പറഞ്ഞത്? പൈസ മേടിക്കാൻ ബലൂൺ ഇങ്ങോട്ട് തന്നിട്ട് വേണ്ട എനിക്ക് ബാലൻസ് തരാൻ വേണ്ടിട്ട്. അയ്യോ ചേട്ടാ സോറി. അങ്ങനെ എനിക്ക് എന്റെ ബലൂൺ ഹൈഡ്രജൻ നിറച്ച ബലൂൺ പ്രദക്ഷിണ വരുന്നുണ്ട്. ആണോ? പുലിമൂട്ടിൽ തോമയും ഭാര്യയുണ്ട് കേട്ടോ. ആണോ? ആ ഇപ്രാവശ്യത്തെ പള്ളിപ്പെരുന്നാൾ നടത്തുന്ന അവരാ. എന്നാ നമുക്ക് അങ്ങോട്ട് മാറി. അതെന്തുവാ? ഓ അവളുടെ പൊങ്ങച്ച കാണാൻ എനിക്ക് വയ്യ. ശരിയാ. എല്ലാം കൊണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ ഇപ്രാവശ്യത്തെ പെരുന്നാൾ നടത്തുന്ന ആരാ? പുലിമുട്ടിൽ തോമയാ. അതാരാ ഇച്ചായ? എടി ഞാനാന്ന്. അയ്യോ ഇച്ചായന്റെ എന്തോരം ഫ്ലഷാന്നറിയോ നമ്മുടെ ജംഗ്ഷനിലൊക്കെ വെച്ചിരിക്കുന്നത്. എന്റെ പൊന്ന അലീസേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് പറയരുതെന്ന്. ഈ പള്ളിപ്പെരുന്നാളിന്റെ കൊടി ഇറങ്ങുന്ന സമയം വരെയെങ്കിലും നീ ഇംഗ്ലീഷ് പറയാതിരിക്കും. എന്റെ വായിൽ ഇംഗ്ലീഷ് വന്നു പോകും. ഫ്ലെക്സ് അവിടെ നിൽക്കട്ടെ. ആ പള്ളിയുടെ ഫ്രണ്ടിലെ ഉണ്ണീശോ നിൽക്കുന്ന ഒരു മാർച്ച് നീ കണ്ടായിരുന്നോ? ഉണ്ണീശോനെ ഞാൻ മാർച്ചിലും ഏപ്രിലും മെയിലും ഒക്കെ വന്ന് കാണാറുണ്ട്. മാർച്ച് അല്ല, ആർച്ചായിരുന്നു. കുറച്ചുനാൾ ഞാൻ അമേരിക്കയിലായോണ്ട് ഇവിടുത്തെ പരിഷ്കാരങ്ങളൊന്നും മനസ്സിലായില്ല. ഓക്കെ വിജയ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പള്ളി പെരുന്നാൾ പ്രമാണിച്ച് ഒരുപാട് ബന്ധുക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവരോടൊന്നും വലിയ ലോഹ്യത്തിനൊന്നും പോവണ്ട. എടി നമ്മളെ സ്റ്റാറ്റസ് നമ്മൾ മാത്രം കണ്ടാൽ മതി, മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യമില്ല. അയ്യോ ഞാൻ ഇട്ടുപോയി. എന്ത് സ്റ്റാറ്റസ് ഇട്ടുപോയി? നിങ്ങളില്ലേ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ ഇട്ടില്ലേ, അത് ഞാൻ ഫോണിലെടുത്ത് സ്റ്റാറ്റസ് ഇട്ടുപോയി. സ്റ്റാറ്റസ് അല്ലേടി, നമ്മളെ സ്റ്റാറ്റസ് ആരും കാണിക്കണ്ടെന്നാ പറഞ്ഞത്. ആണോ? പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്ന് വരുമ്പോഴേ ആ തെക്കേതിലെ ശോശമ്മ പറയാണ് നമ്മൾ രണ്ടുപേരും പ്ലെയർ കപ്പളങ്ങളാന്ന്. എടി കപ്പളങ്ങ അല്ലടി, പിന്നെ കപ്പളാന്നാ പറഞ്ഞേ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇംഗ്ലീഷ് പറയില്ലെന്ന്. എപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. തോമ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ലച്ചോ. ഒന്ന് ഊതിക്കേ. തോമ എന്തോ പള്ളിയിലെ പെരുന്നാളിന്റെ കാര്യമൊക്കെ അറിയാമല്ലോ? അറിയാം. കഴിഞ്ഞ വർഷം പൊൻകുരിശ് അടിച്ചോണ്ട് പോയത് അറിയാമല്ലോ? പൊന്നുകുരിശ് മോഷണം പോയവരും അറിയാം. അപ്പം ഈ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ പള്ളിയിലേക്ക് ഒരു പൊൻകുരിശ് സംഭാവനയായിട്ട് തരണം. എന്റെ അച്ഛോ, ഞാൻ പള്ളിയിൽ ഈ പ്രതിഷ്ഠവും പെരുന്നാളും ഒക്കെ നടത്താം. പൊന്നും കുരിശ് നേർച്ച കയറാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ പള്ളിയിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ഒരു 10-24 CCTV വെച്ചേക്കാം. അപ്പൊ നിങ്ങൾക്ക് സിസി ആയിട്ടുണ്ടല്ലേ ബന്ധം? CCTV ക്യാമറ അത് വെക്കാം. അച്ഛൻ പോയോ? അച്ഛൻ പോയി. അല്ലേ ക്രിസ്മസ് പപ്പാഞ്ഞി എപ്പോഴാ വരുന്നത്? ഡിസംബർ 25-ന്. ഞങ്ങളുടെ അവിടെ 1-ാം തീയതി തൊട്ട് പിള്ളേർ പാട്ടയും കൂട്ടി വരും. അതല്ലെന്ന്, നമ്മുടെ പള്ളിയിൽ എത്ര മണിക്കാ പപ്പാഞ്ഞി ഇറങ്ങണേന്ന്? നമ്മൾ പ്രോഗ്രാം ചാർട്ട് ചെയ്ത് 7 മണിക്കല്ലേ. പിന്നെ ഈ പപ്പാഞ്ഞി ഈ സമയത്ത് വരുന്നത്? ഈ പപ്പാഞ്ഞി ഇവിടെ വരേണ്ട കാര്യമില്ല. നിങ്ങൾ ചോദിക്കും, ഞാൻ പള്ളിയിലോട്ടൊന്ന് ചെല്ലട്ടെ. 7 മണിക്കല്ലേ പപ്പാഞ്ഞി വരണ്ടേ? ചിക്കൻ ബോക്സ് വന്നിട്ടോ പള്ളിയിൽ നിന്ന് പല സാധനങ്ങളും മോശം വന്നു. ഇങ്ങോട്ട് മാറിയുന്നേ. ഇങ്ങോട്ട് മാറിയുന്നേ. ഈ മുഖം കൂടി
ഏടാ കപ്പേങ്ങഞ്ഞി. കപ്പേങ്ങഞ്ഞി. സോറി പപ്പാഞ്ഞി. ലോറൻസേ, എടാ കള്ളൻ ലോറൻസേ. അല്ല ചേട്ടാ അങ്ങനെ പറയില്ല, ഞാനിപ്പോ കള്ളനല്ല. നീ കള്ളനാണ് കള്ളനാണ് കള്ളൻ കള്ളൻ കള്ളന്റെ തൊഴിൽ നിർത്തത്തില്ല. കള്ളൻ ലോറൻസ് അല്ല ചേട്ടാ, എന്നെ കള്ളാന്ന് വിളിക്കില്ല, ആൾക്കാർ കേൾക്കും. പിന്നെ കള്ളനെ കള്ളാന്നല്ലാതെ ലാൽ ബഹദൂർ ശാസ്ത്രി വിളിക്കാൻ പറ്റുവാ? അതെ, ഞാനിപ്പോ മോഷണമൊക്കെ നിർത്തി ചേട്ടാ, മോഷണമൊക്കെ നിർത്തി. മോഷണം നിർത്തിയാൽ നീ പിന്നെ എങ്ങനെ ജീവിക്കും? ജീവിക്കാൻ പോലും എനിക്ക് സമയമില്ല. ഞാൻ ഇന്ന് തമിഴ്നാട്ടിലാണെങ്കിൽ നാളെ ആന്ധ്ര, അതിനുശേഷം കാശ്മീർ, പിന്നെ ഓസ്ട്രേലിയ, പിന്നെ നാഗാലാൻഡ്, അങ്ങനെ അങ്ങനെ പോവുകയാണ്. ജീവിക്കാൻ പോലും സമയമില്ല. തൊഴിൽ ചെയ്യണോ? അല്ല, തൊഴിൽ ചെയ്തല്ല, പണ്ട് ചെയ്ത തൊഴിലിന്റെ അന്വേഷിച്ച് നടക്കും. നീ കള്ളന്റെ മോനെ ഏക്കാലവും കള്ളം തന്നെ ആയിരിക്കടാ. അങ്ങനെ പറയല്ലേ ചേട്ടാ, ചിലരുടെ സാഹചര്യമാണ് നമ്മളെ കള്ളനാക്കുന്നത്. ചേട്ടനറിയോ, ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ, ഒരിക്കലും വിജയിച്ചിട്ടില്ല. വിജയം കൈവരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി അങ്ങ് നിർത്തും. ആണോ? ഇതാ വിജയൻ. വിജയെങ്കിലും ഈ പരിപാടി നിർത്ത്. ഈ വിജയനല്ലെന്ന്, നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ വിജയനാ. ചേട്ടനറിയോ, 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഫുള്ള് കിട്ടിയിട്ട് തോറ്റുപോയവനാണ് ഞാൻ. അപ്പം നിന്നെ മനഃപൂർവ്വം തോൽപ്പിച്ച. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഫുള്ള് കിട്ടിയെങ്കിൽ നീ തോറ്റെങ്കിൽ നീ എന്നെ മനഃപൂർവ്വം തോൽപ്പിച്ചതാ. ഞാനോ? അതല്ലെന്ന് ഫുള്ള് കിട്ടിയപ്പോ അതടിച്ച് വീട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി, പരീക്ഷ എഴുതാൻ പറ്റിയില്ല. എന്റെ ഏടാ, അതിൽ നിന്നൊരു 3 അടിച്ചിട്ട് പരീക്ഷ എഴുതണ്ടായിരുന്നു, എന്നിട്ട് ബാക്കി വീട്ടിൽ വന്നിട്ട് അടിച്ചാൽ പോരായിരുന്നോ? നല്ല ഉപദേശമാണ് ചേട്ടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദയവ് ചെയ്ത് ഞാൻ ലോറൻസ് ആണെന്ന് പറയാലോ. കഴിഞ്ഞ വർഷം പള്ളിയിലെ പൊന്നും കുരിശ് മോഷണം പോയതാണ്. അതുകൊണ്ട് എല്ലാരും സംശയത്തിന്റെ പാതയിലാണ്. ക്യാമറ ഒക്കെ വെക്കാൻ പോവുകയാണ് കേട്ടോ. സാധനം തരുമോ? ഇല്ലില്ല, ഇത് തരത്തില്ല ചേട്ടാ. എന്നെ ഇല്ലില്ല, ഇത് ആൾക്കാരെ കാണണം, തരത്തില്ല. ഫിഗർ പിടിക്കും. ഇല്ലില്ല. ഏതായാലും വലിയ കുഴപ്പമില്ല, നമ്മുടെ പരിചയക്കാരല്ല. കഴിഞ്ഞ വർഷം അടിച്ച പൊന്നും കുരിശ് ഇവിടെ അങ്ങ് വച്ചേക്കാം. ബെല്ലെണ്ണ, ഹൈദരാബാദിന്ന് ഹൈഡ്രജൻ നിറച്ച ബെല്ലെണ്ണ, 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 ബെല്ലൂണ്ണ, ഹൈദരാബാദിന്ന് ഹൈഡ്രജൻ നിറച്ച ബെല്ലെണ്ണ, ബെല്ലെണ്ണ, ബെല്ലൺ, ബെല്ലോണ്ണ. ലോറൻസ്, നീ എന്താ ഇവിടെ? അല്ല, ഞാൻ പിന്നെ മാനസാന്തരം. അതിന് ഞാനും ഉണ്ടാ ഒരു സെക്യൂരിറ്റിക്കാരനായിട്ട്. സീരിയലല്ലടാ പൊട്ട. പിന്നെ മാനസാന്തരം എത്തിയാൻ മോഷണമൊക്കെ നിർത്തി. ഓ, അങ്ങനെ മാനസാന്തരം എത്തി. നീ എന്ത് ചെയ്യുന്നു ഇപ്പം? ഞാൻ എസംകുളയിലെ ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസർ അല്ലേ. മോഷണം തന്നെ. എടാ, നമ്മൾ ഒരുമിച്ചല്ലടാ ബോട്ടിൽ തുടങ്ങിയത്. അതെ, ഒരു കാര്യമുണ്ട്, നമ്മൾ ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ദയവ് ചെയ്ത് ആരും അറിയരുത്. നീ എന്താ നിന്റെ ഉദ്ദേശം അത് പറ. എന്നാ ഞാൻ ഒരു കാര്യം പറ, ആരോടും പറയരുത്. ആരോടും പറയണെങ്കിൽ പിന്നെ നീ എന്നോട് പറയണ എന്തിനാ? ഇവിടെ അതല്ലെന്ന്, ഇനി ചെവി അറിയരുത്. പറഞ്ഞു. ഇവിടെ അങ്ങനല്ല, ഇങ്ങോട്ട് വന്നേ. നീ എന്താ വെച്ചാ പറ. ഞാൻ ഒരു രഹസ്യം പറയാം. ഇന്നിവിടെ ഓണാഘോഷം നടക്കുന്നതിന്റെ ഇടയ്ക്ക്. ഓണാഘോഷം അല്ലടാ, ക്രിസ്മസ്. നമുക്ക് കള്ളന്മാർക്ക് ഓണാഘോഷം ക്രിസ്മസ് ഒക്കെ ഒന്നുപോലെ തന്നെയല്ലോ. ഇതിന്റെ ഇടയ്ക്ക് പള്ളിക്കകത്ത് കയറി ഞാൻ പൊൻകുരിശ് അടിച്ചു മാറ്റും. എടാ, ആ പൊൻകുരിശല്ലേ കഴിഞ്ഞ വർഷം ഞാൻ അടിച്ചോണ്ട് പോയത്. അത് തിരിച്ചു വെക്കാൻ വേണ്ടി വന്നതല്ലേ ഞാൻ. ഇതുകൊണ്ടല്ലേ അങ്ങനെ തരൂല. അതെന്നാന്നറിയാമോ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ട് ഒരു മാലാഖ എന്നോട് വന്നിട്ട് പറയാണ്, മോനെ ലോറൻസേ, പൊന്നും കുരിശുകൊണ്ട് പള്ളി വെച്ചേക്ക്, ഇല്ലെങ്കിൽ നിനക്ക് ആയുഷ്കാലം നീ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാറാൻ സമയം ഉണ്ടാവില്ലെന്ന്. തന്നെ എന്താ ഞാൻ കൊണ്ട് വെച്ച. അങ്ങനെയല്ലടാ, ഇന്ന് രാവിലെ ആ മാലാഖ വന്ന് എന്നോട് പറഞ്ഞു, മോനെ ലോറൻസ് ഒന്ന് പൊൻകുരിശുമായിട്ട് പള്ളിയിൽ വരും, നീ പോയി ഇരുകൈ നീട്ടിയാൽ സ്വീകരിച്ചോന്ന്. ഇതാടാ അങ്ങനെ പറഞ്ഞാൽ മതി. പൊൻകുരിശാടാ ഇത് തരൂല. മര്യാദക്ക് പൊൻകുരിശ് നിന്റെ ഒന്ന് മേടിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബലൂൺ ചവിട്ടിക്ക് പൊട്ടിക്കൽ മത്സരം നടക്കുകയാണ്. ഏറ്റവും കൂടുതൽ ബലൂൺ ആര് ചവിട്ടി പൊളിക്കുന്നു അവർക്ക് എന്റെ വക 10,001 രൂപ സമ്മാനം. അത് ശരി. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ മത്സരിക്കും. ഓ, ഈ പൈസ നമ്മുടെ കുടുംബത്തോട് തന്നെ പോയിട്ടുണ്ട്. മത്സരിച്ചോ? 10,001 രൂപയാണ് പോകുന്നത്. ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ തോമാച്ചായൻ 10,000 രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ആ പപ്പാഞ്ഞി വരൊക്കെ നേരെ നിൽക്ക്, ഇങ്ങോട്ട് വന്ന് നിൽക്ക്. ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ മത്സരം നോക്കാൻ പോവല്ലേ? റെഡി? ഇങ്ങോട്ട് എവിടെ? ഇങ്ങോട്ട് കയറി നിൽക്ക്. അതിന്റെ കൂടെ നില്ല്. ഞാനില്ല, മത്സരം തുടങ്ങാൻ പോണെന്നേ. അപ്പൊ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ 10,000 രൂപ സമ്മാനം. അപ്പൊ മത്സരം ആരംഭിക്കാം. ഏറ്റവും കൂടുതൽ ബലൂൺ ചവിട്ടി പൊട്ടിക്കുന്ന ആരോട് അവർക്കാണ് സമ്മാനം കൊടുക്കുന്നത്. അത് പറയാൻ ഇടയ്ക്കിടയ്ക്ക്
അതിമനോഹരമായി 35 ബലൂണുകൾ ചവിട്ടിപ്പൊട്ടിച്ചുകൊണ്ട് എവിടെ ഈ പപ്പാജി വിജയിച്ചിരിക്കുന്നു. 35 ബലൂൺ ചവിട്ടി പൊട്ടിച്ച് ഈ പപ്പാജിക്ക് എന്റെ വക 10,001 രൂപ സമ്മാനം. 10,001 രൂപ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് എനിക്ക് 10,000 രൂപ ഞാൻ വിജയിക്കുന്നത്. ഇത് ഞാൻ ആഘോഷിക്കും. അയ്യോ പള്ളിയെ കാണാതെ പോയ പൊന്നുകുരിശ്. പള്ളിയെ കാണാതെ പോയ പൊന്നുകുരിശ്. പോലീസിലേപ്പിക്ക് ഇവരെ പോലീസിലേപ്പിക്ക്. ഒരു കാര്യം ചെയ്യാം, നല്ലൊരു പെരുന്നാൾ നടക്കുകയല്ലേ, നമുക്കിപ്പോ റാസ പുറപ്പെടാൻ സമയമായല്ലോ, നമുക്ക് പോലീസ് സ്റ്റേഷൻ വഴി പോകാം. പോലീസ് സ്റ്റേഷൻ വഴി നമുക്ക് റാസൊക്കെ റൂട്ടില്ല, പിന്നെ എന്തിനാ അതിലേ പോണേ? ഇവൻ അവിടെ ഏൽപ്പിച്ചിട്ട് നമുക്ക് റാസയുടെ യാത്ര തുടരാം. എന്നാ റാസ ഇറങ്ങട്ടെ പോലീസ് സ്റ്റേഷനിലോട്ട്.